ഹായ് ഹലോ, ഞാനിപ്പോൾ ബദ്രിനാഥിലാണ് കേട്ടോ. ബദ്രിനാഥിൽ ഇന്നലെ രാത്രി ഏതാണ്ട് ഒരു 11 മണിയാണ് ഞങ്ങൾ എത്തുന്ന സമയത്ത്. വരുന്ന വഴികളൊക്കെ ഭയങ്കര മോശമാണ് കേട്ടോ. മണ്ണിടിച്ചിലുണ്ടായ കാരണം ഭയങ്കര മോശമാണ്. ചില സ്ഥലങ്ങളൊക്കെ ഭയങ്കര പേടിയാവും. കാരണം ഒരു ബസ്സിന് കഷ്ടിച്ച് പോകാൻ പറ്റുന്ന അത്രയും വീതി മാത്രമേ ഉള്ളൂ റോഡിന്. ഈ ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ പോയിട്ടുണ്ട്, അതും വലിയ വലിയ കല്ലുകൾ. ഇപ്പം നന്നായിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ ഏതാണ്ട് 2-3 ദിവസമായിട്ടുള്ളൂ തോന്നുന്നു ഈ ബദ്രിനാഥ് ക്ഷേത്രം ഇപ്പം തുറന്നിട്ടിപ്പം എന്നെ അയച്ചായി. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എത്തി. ഇന്നലെ അവിടെ സ്റ്റേ ചെയ്ത് ഇപ്പോൾ ക്ഷേത്രം കാണാൻ വേണ്ടി പോകുന്നു, സന്ദർശിക്കാൻ വേണ്ടിയിട്ട്. കണ്ട ദൂരെ കണ്ട, ഓക്കെ സോറി, കണ്ട അമ്മോ. ഇവിടെ നദി, താഴത്തോട്ട് നദി ഇതാ ഒഴുകി പോകുന്നു. ഉത്തരാഖണ്ഡിലെ സീതാപൂർ എന്ന സ്ഥലത്തു നിന്നും ഇന്നലെ ഏതാണ്ട് രാവിലെ 11 മണിയോടെ തുടങ്ങിയ യാത്ര രാത്രി ഏതാണ്ട് 11 മണിയോടെയാണ് ഞങ്ങൾ ബദ്രിനാഥ് എന്ന സ്ഥലത്ത് എത്തിയത്. ഞങ്ങളെന്ന് ഉദ്ദേശിച്ചത് ഞാനും എൻ്റെ 2 സുഹൃത്തുക്കളും. കൂടെ ഉണ്ടായിരുന്ന മറ്റ് 2 സുഹൃത്തുക്കൾ കേദാർനാഥ് ദർശനം കഴിഞ്ഞ് അവരുടെ നാടായ ഗുജറാത്തിലേക്ക് തിരിച്ചുപോയി. കേദാർനാഥ് ട്രക്കിങ്ങിനിടയിൽ എൻ്റെ കൂടെയുള്ളൊരു സുഹൃത്തിന് ഒരപകടം പറ്റി. പക്ഷേ വലിയ അപകടങ്ങളൊന്നും സംഭവിച്ചില്ല. ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. പക്ഷേ കുറച്ചുകൂടി കഴിഞ്ഞ് അവരെയും കൂട്ടി ഇവിടെ വീണ്ടും വരണം, ഈ ക്ഷേത്രത്തിലേക്ക്. ഹിമാലയത്തിലെ ചർദാമകളിൽ ഒന്നായയുടെ മഹാവിഷ്ണുവാണ് പ്രതിഷ്ഠ. ഗുരു ശങ്കരാചാര്യർ അളകനന്ദ നദിയിൽ മുങ്ങിയെടുത്ത് പ്രതിഷ്ഠിച്ചതാണ് ഇവിടുത്തെ വിഗ്രഹം. ഉത്തരാഖണ്ഡിലെ ചമോലി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഹിമാലയത്തിലെ അതീവ സുന്ദരവും പവിത്രവുമായ ബദ്രിനാഥ ക്ഷേത്രം വെറുമൊരു തീർത്ഥാടന കേന്ദ്രം മാത്രമല്ല, മറിച്ച് മനസ്സിന് ശാന്തിയും ആത്മീയ ഉണർവും നൽകുന്ന ഒരു അനുഭവമാണ്. മഞ്ഞു പുതച്ച മലനിരകൾക്കിടയിൽ അളകനന്ദ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം 6 മാസത്തെ കഠിനമായ മഞ്ഞുകാലത്തിന് ശേഷം തുറക്കുമ്പോൾ ഒരു തീർത്ഥാടകന് അനുഭവപ്പെടുന്ന ദിവ്യമായ അനുഭൂതിയാണ് ഇതിൻ്റെ യഥാർത്ഥ ഭംഗി. ഏപ്രിൽ മുതൽ നവംബർ വരെ മാത്രം തുറക്കുന്ന ഈ ക്ഷേത്രത്തിലേക്കുള്ള യാത്ര അതികഠിനമാണ്. കഠിനമായ മഴയെ തുടർന്നുണ്ടായ മണ്ണിടിച്ചിലുണ്ടായ സ്ഥലങ്ങളും അപകട സാധ്യതകൾ ഏറെയുള്ള റോഡുകളും വരുന്ന വഴിയിൽ തന്നെ എനിക്ക് കാണാൻ കഴിഞ്ഞു. ആദി ശങ്കരാചാര്യരുടെ കാലം മുതൽക്കേ കേരളത്തിൽ നിന്നുള്ള നമ്പൂതിരിമാരാണ് ഇവിടെ പൂജ ചെയ്യുന്നത്. ഈ തീർത്ഥാടന കേന്ദ്രത്തിലെത്തുമ്പോൾ മഞ്ഞും പച്ചപ്പും ഒപ്പം ഭഗവാന്റെ മന്ത്രങ്ങളും മനസ്സിലെന്നും ഓർത്തു വെക്കാവുന്ന ഓർമ്മകളായി മാറുന്നു.